CPM-നെ പ്രതിരോധത്തിലാക്കാൻ കച്ചകെട്ടിയിറങ്ങിയ മുസ്ലിം ലീഗ് നേതാവാണ് KM ഷാജി. TP ചന്ദ്രശേഖരൻ വധത്തിന് പിറകിൽ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടെന്ന് തുറന്നടിച്ച KM ഷാജി ഇപ്പോഴിതാ സമാനമായ മറ്റൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 13-ാം പ്രതി PK കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഷാജിയുടെ ആരോപണം. TP കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്തനാണെന്നും ഭക്ഷ്യവിഷബാധയേറ്റാണ് കുഞ്ഞനന്തൻ മരിച്ചതെന്നുമായിരുന്നു KM ഷാജിയുടെ ആരോപണം. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും KM ഷാജി ആരോപിച്ചിരുന്നു. രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ വധക്കേസിലെ 3 പേരെ കൊന്നത് CPIM ആണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന ഭയം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നും KM ഷാജി ആരോപിച്ചു. എന്നാൽ മുസ്ലിം ലീഗ് നേതാവിന്റെ ആരോപണത്തിന് മറുപടിയുമായി കുഞ്ഞനന്തന്റെ മകൾ ഷബന മനോഹരൻ രംഗത്ത് വന്നു. അച്ഛന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും കുഞ്ഞനന്തനെ ചികിത്സ വൈകിപ്പിച്ചത് UDF സർക്കാരാണെന്നും ഷബന തിരിച്ചടിച്ചു. KM ഷാജി തിരഞ്ഞെടുപ്പ് സാഹചര്യം നോക്കി ഒന്ന് എറിഞ്ഞു നോക്കിയതാണെന്നും ഷബന ആരോപിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായി ചികിത്സ ലഭിക്കാത്തതുകൊണ്ടാണ് അൾസർ മൂർച്ഛിച്ചത്. പലതവണ ഇക്കാര്യം ഉന്നയിച്ചപ്പോഴും UDF-ഉം മാധ്യമങ്ങളും ഒരുപോലെ അത് നിഷേധിച്ചു. LDF സർക്കാർ ഭരണത്തിൽ വന്നപ്പോഴേക്കും രോഗം മൂർച്ഛിച്ചിരുന്നുവെന്നും ഷബന വ്യക്തമാക്കി. KM ഷാജിയുടെ ആരോപണത്തിന് ഷബന നൽകിയ മറുപടി UDF കൺവീനറായ MM ഹസനെ ശരിക്കും കൊണ്ടു. KM ഷാജി ഉന്നയിച്ച ആരോപണത്തിന്റെ വസ്തുത ഷാജിക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ UDF കൺവീനർ ഷബനയുടെ ആരോപണത്തെയും തള്ളിക്കളഞ്ഞു. കുഞ്ഞനന്തന് VIP ചികിത്സയാണ് ലഭിച്ചത്. ചികിത്സ നിഷേധിക്കാൻ UDF-നെ ആശുപത്രിയിലെന്നും ഹസൻ പ്രതികരിച്ചു. TP-യുടെ കൊലപാതകത്തിന് പിറകിൽ ഊരാളുങ്കലിന് ബന്ധമുണ്ടെന്ന KM ഷാജിയുടെ ആരോപണത്തെ TP-യുടെ ഭാര്യയും MLA-യുമായ KK രമ തള്ളിക്കളഞ്ഞിരുന്നു. കുഞ്ഞനന്തനുമായി ബന്ധപ്പെട്ട ആരോപണത്തിലും KM ഷാജിക്ക് ഉദ്ദേശിച്ച മൈലേജ് ലഭിക്കാതെ പോകുന്ന കാഴ്ചയാണ്. KM ഷാജി ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് ഷാജിക്ക് മാത്രമേ അറിയൂ എന്ന് UDF കൺവീനർ പറഞ്ഞതോടെ ലീഗ് നേതാവിന്റെ രാഷ്ട്രീയ ബോംബിംഗ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ നിർവീര്യമാക്കപ്പെട്ട അവസ്ഥയായി.